ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 6-ലെ ഫ്രാക്ഷൻസിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെയുള്ള ഫ്രാക്ഷൻസിൽ ഏതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലുള്ളതെന്ന്. അപ്പോൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം നമുക്ക്. 5/7, 8/52, 9/54, 10/40. ഇതിൽ ഏതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലുള്ളത്? 5/7 എടുത്ത് നോക്കാം നമുക്ക്. 5/7 നമുക്ക് ഏതെങ്കിലും നമ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിവിടെ എഴുതാം. അതാണ് അതിൻ്റെ ആൻസർ. ഇനി 8/52 സിംപ്ലസ്റ്റ് ഫോമിലാണോ ഉള്ളത്? 8നെയും 52നെയും നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 8 2 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 5ൽ 2 ടൈംസ്, 1 ബാലൻസ്. 12ൽ 2 6 ടൈംസ്. നമുക്ക് 4/26 എന്ന് കിട്ടി. 4ൽ 2 ടൈംസ്, 2ൽ 2 1 ടൈം, 6ൽ 2 3 ടൈംസ്. ഇപ്പോൾ നമുക്ക് 2/13 എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ഇത് സിംപ്ലസ്റ്റ് ഫോമിലല്ല എന്ന് മനസ്സിലായല്ലോ. ഇനി 9/54 നോക്കാം. 9ഉം 54ഉം നമുക്ക് 3 ആയിട്ടും കട്ട് ചെയ്യാൻ പറ്റും, 9 ആയിട്ടും കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണത് ചെക്ക് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഈ നമ്പർ നോക്കാം. 9 3യുടെ ടേബിളിലുണ്ട്, 9ൻ്റെ ടേബിളിലുണ്ട് അല്ലേ? 54 നോക്കാം. 5ഉം 4ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. 9 3യുടെ ടേബിളിലുണ്ട്, 9ൻ്റെ ടേബിളിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടായിട്ടും ഇത് കട്ട് ചെയ്യാൻ പറ്റും. 9ൽ 9 1 ടൈം, 54ൽ 9 6 ടൈംസ്. 1/6 എന്ന് കിട്ടി. അപ്പോൾ 9/54ൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഇതാണ്. ഇനി 10/40 നോക്കാം. ഈ 2 സീറോസും കോമൺ ആണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ നമുക്ക് ഈ ബിയും സിയും ഡിയും സിംപ്ലസ്റ്റ് ഫോമിലല്ല, ഓപ്ഷൻ എ ആണ് സിംപ്ലസ്റ്റ് ഫോമിലെന്ന് മനസ്സിലായല്ലോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻറ്റു പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആൻഡ് മിക്സ് ഫ്രാക്ഷൻസ്. ഇവിടെ തന്നിട്ടുള്ള ഈ ഫ്രാക്ഷൻസിനെല്ലാം നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനായും ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ടും മിക്സ് ഫ്രാക്ഷനായിട്ടും തിരിച്ച് എഴുതി കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. പക്ഷേ അതിന് മുന്നേ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്നറിയണം. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിരിക്കും. മിക്സ് ഫ്രാക്ഷൻ ആണെങ്കിലോ അതിലൊരു ഹോൾ നമ്പർ ഉണ്ടായിരിക്കും, ഒരു ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. അറിയാലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2/3. 2/3യുടെ ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ വലുത്? ഡിനോമിനേറ്റർ ആണ് വലുത് അല്ലേ? ന്യൂമറേറ്റർ ചെറുതാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻസിൻ്റെ ഗ്രൂപ്പിലോട്ട് അതിനെ എഴുതി കൊടുക്കാം. 2/3 ഇവിടെ എഴുതി. ഇനി 7/12 ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ വലുത്? ഡിനോമിനേറ്റർ വലുതാണ് അല്ലേ ന്യൂമറേറ്ററിനേക്കാൾ. അപ്പോൾ നമുക്ക് അതും പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് തന്നെ എഴുതി കൊടുക്കാം. ഇനി 5/3. 3 ആണോ 5 ആണോ വലുത്? 5 അല്ലേ? 5 ന്യൂമറേറ്റർ അല്ലേ? അപ്പോൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ട് വരുമ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം. 5/3. ഇനി 2/5 ഒരു ഹോൾ നമ്പറും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട് കൂടെ. അപ്പോൾ അത് മിക്സ് ഫ്രാക്ഷനാണ്. 2/5 ഇവിടെ എഴുതി. 29/13. 29 ഈസ് ഗ്രേറ്റർ ദാൻ 13 അല്ലേ? ന്യൂമറേറ്റർ ആണ് വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അതിവിടെ എഴുതാം നമുക്ക്. ഇനി അടുത്തത് 21/4. 21/4ലും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. അപ്പോൾ അതും നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തത് 7 1/3. അതൊരു മിക്സ് ഫ്രാക്ഷനാണ് അല്ലേ? അതെഴുതാം. ഇനി അടുത്തത് 5/6. അതും മിക്സ് ഫ്രാക്ഷനാണ്. അതും ഇവിടെ എഴുതാം നമുക്ക്. അടുത്തത് 3/22. 22നേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ ആയിട്ടുള്ള 3. അപ്പോൾ അതിനെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനിലെ ഗ്രൂപ്പിലോട്ട് എഴുതി കൊടുക്കാം. മനസ്സിലായല്ലോ എല്ലാവർക്കും ഇതിൽ ഏതൊക്കെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സ് ഫ്രാക്ഷൻസ് എന്നൊക്കെ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ഇനി അടുത്തത് കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് മിക്സ് ഫ്രാക്ഷൻസ് ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മിക്സ് ഫ്രാക്ഷൻസിനെ ഒക്കെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. അതിനായിട്ട് എന്താ വേണ്ടത്? ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. 5 1/5. ഇതിനെങ്ങനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നത്? ഈ ഹോൾ നമ്പറും ഡിനോമിനേറ്റർ ആയിട്ടുള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുത്ത് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതിവിടെ എഴുതി കൊടുക്കുക.
ഇനി നോക്കാം 5 ഇൻറ്റു 5 25, 25 പ്ലസ് 1 26/5. അപ്പോൾ ഇവിടെ വന്ന ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെയാണ് ഇവിടെയും ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്, അത് തന്നെയാണ് ഇവിടുത്തെ ഡിനോമിനേറ്ററും കേട്ടോ. അത് ആർക്കും ഒരു കൺഫ്യൂഷനും ആവാൻ പാടില്ല, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണേ. ഇനി അടുത്തത് 7 3/4. നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 4 പ്ലസ് 3/4 ഈക്വൽസ് ടു 7 ഇൻറ്റു 4 28 ആണ്. 28 പ്ലസ് 3/4 ഈക്വൽസ് ടു 31/4. ഇതാണ് അതിൻ്റെ മിക്സ് ഫ്രാക്ഷൻ. അടുത്തത് 3 7/10. 3 ഇൻറ്റു 10 പ്ലസ് 7/10. 3 ഇൻറ്റു 10 30 പ്ലസ് 7/10 37/10. നമുക്ക് തന്ന എല്ലാ മിക്സ് ഫ്രാക്ഷൻസിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഇൻ ടു മിക്സ് ഫ്രാക്ഷൻസ്. ഇവിടെ തന്നിട്ടുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെല്ലാം നമ്മൾ മിക്സ് ഫ്രാക്ഷനായിട്ട് എഴുതണം. ഓരോന്നായിട്ട് ചെയ്യാം. 11/4 സാധാരണ ഡിവിഷൻ ചെയ്യണം ഇതിനെ. 11 ഡിവൈഡഡ് ബൈ 4. 11ൽ 4 2 ടൈംസ്. 2 ഇൻറ്റു 4 8. 11 മൈനസ് 8 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ കോഷ്യൻറ്റ് 2 ആണ്, അതാണ് ഹോൾ നമ്പറായിട്ട് വരുന്നത്. റിമൈൻഡർ എത്രയാണോ അതാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഡിവൈസർ 4 ആണ്, അതാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 22/7. അപ്പോൾ 22 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. 3 ഇൻറ്റു 7 21 ആണ്. 2 മൈനസ് 1 1. 2 മൈനസ് 2 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഹോൾ നമ്പർ 3 ആണ്. ന്യൂമറേറ്റർ 1, ഡിനോമിനേറ്റർ 7. അടുത്ത ക്വസ്റ്റ്യൻ 19/18. 19 18ഉമായിട്ട് ഡിവൈഡ് ചെയ്യാം. 19ൽ 18 1 ടൈം. 1 ഇൻറ്റു 18 18. 9 മൈനസ് 8 1. 1 മൈനസ് 1 0. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? 1 1/18. മനസ്സിലായല്ലോ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് 1 മീറ്റർ ഈസ് 40 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 മീറ്റർ ഈക്വൽസ് ടു എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് എഴുതാം. എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് 1 മീറ്റർ ഈസ് 40 സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 40 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ ഈ സീറോയും കട്ടായിപ്പോയി. 4/10 എന്ന് കിട്ടി. 4ഉം 10ഉം നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 4ൽ 2 2 ടൈംസ്. 10ൽ 2 5 ടൈംസ്. അപ്പോൾ നമുക്ക് 2/5 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്? ഹെൻസ് 2/5 ഫ്രാക്ഷൻ ഓഫ് 1 മീറ്റർ ഈസ് 40 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇനി അടുത്തത്, if 5/20 equals to 1/p, then the value of p is dash. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് ആൻസറാണ് കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇത് 2 മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ചെയ്യാം. 5/20 ഈക്വൽസ് ടു 1/p. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 5 ഇൻറ്റു പിയും 20 ഇൻറ്റു 1ഉം ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു പി ഈക്വൽസ് ടു 1 ഇൻറ്റു 20. പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് ഇവിടെ എഴുതാം നമുക്ക്. 1 ഇൻറ്റു 20 20 ആണ്. ഈ 5 ഇൻറ്റു പിയിലെ 5 ഇങ്ങോട്ട് വരുന്നു. ഈ 20യും 5ഉം നമുക്ക് 5 ആയിട്ട് കട്ട് ചെയ്യാം. 20ൽ 5 4 ടൈംസ്. 5ൽ 5 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്ന് പറയാം. 5/20 ഈക്വൽസ് ടു 1/p. ഈ 5 നമുക്ക് 5 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നത് 5 ആയതുകൊണ്ടാണ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. 20നെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 ഡിവൈഡഡ് ബൈ 5 1 ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. 20 ഡിവൈഡഡ് ബൈ 5 4 ആണ്. പിയുടെ പൊസിഷനിൽ കിട്ടിയിട്ടുള്ളത് 4 ആണ്. അപ്പോൾ പി ഈക്വൽസ് ടു 4 എന്ന് ഈസി ആയിട്ട് എഴുതാമല്ലോ. ഈ 2 മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ.
Fractions with different denominators but with the same value are called dashed fractions. വേറെ വേറെ ഡിനോമിനേറ്റേഴ്സ് ആയാലും വാല്യൂ മാറുന്നില്ല ഫ്രാക്ഷൻസിൻ്റെ എങ്കിൽ ആ ഫ്രാക്ഷൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്ന പേര്? അതായത് നമ്മളിപ്പോൾ 1/2 എന്ന് എഴുതി, 2/4, 3/6, 4/8, 5/10 ഇങ്ങനെയൊക്കെ എഴുതിയെന്ന് വിചാരിക്കുക. ഇനി ഇത് 1/2 എൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാണുള്ളത്. 2/4നെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. 3/6നെ അങ്ങനെ ആക്കാം. 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ്. ഇവിടെ 4ൽ 4 1 ടൈം, 8ൽ 4 2 ടൈംസ്, 5ൽ 5 1 ടൈം, 10ൽ 5 2 ടൈംസ്. എല്ലാറ്റിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടിയത്? 1/2 1/2 അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ എല്ലാറ്റിൻ്റെയും വാല്യൂ ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് 1/2ൻ്റെ കൂടെ വന്ന ഈ ഫ്രാക്ഷൻസിനെല്ലാം എന്ത് വിളിക്കാം? 1/2ൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണെന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് എന്ത് ആൻസറാണ്? ഈക്വലൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഓൺ എ നമ്പർ ലൈൻ. നമ്പർ ലൈൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ അതിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ഓരോ നമ്പറുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ? 0 1 2 3 അങ്ങനെ കൊടുക്കുന്നത്. നമ്പർ ലൈനിൽ 1 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യും അല്ലേ? നമുക്ക് ഇവിടെ ഇതാണ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റിക്വേർഡ് പോയിന്റ് ഇങ്ങനെ കൊടുക്കാം. നമ്മുടെ അടുത്ത് 5 ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റിക്വേർഡ് പോയിന്റ്. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കാം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1/5ഉം 3/5ഉം 5/5 ഒക്കെ ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു നമ്പർ ലൈൻ കൊടുക്കാം. ഇത് സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് റഫായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് ഈ ഡിസ്റ്റൻസൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഡിനോമിനേഴ്സ് എല്ലാറ്റിൻ്റെയും 5 ആണല്ലോ. അപ്പോൾ നമ്മൾ 0 മുതൽ 1 വരെയുള്ള ഈ ഒരു പോർഷനെ 5 ഈക്വൽ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. 1 2 3 4 5 ഇതെല്ലാം സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടുന്ന് 1 മുതൽ 2 വരെ ഉള്ളത് നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5. അതുപോലെ ഇവിടെ 1 2 3 4 5. ഓരോ നമ്പറുകളുടെ ഗ്യാപ്പുകൾ നമ്മൾ ഈക്വൽ 5 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഓരോ പോയിന്റുകളും നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 0/5 ആണെങ്കിൽ ഇത് 1/5 ആണ്, ഇത് 2/5 ആണ്, 3/5, 4/5, 5/5, 6/5, 7/5, 8/5, 9/5, 10/5. അതുപോലെ ഇങ്ങോട്ടൊക്കെ എഴുതി കൊടുക്കുക. എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1/5 ഇതല്ലേ 1/5. അപ്പോൾ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ 1/5 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 3/5 വേണം. ഇതാണ് 3/5. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5/5 വേണം. ഇതാണ് 5/5. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച എല്ലാതും നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് 11/5 12/5 ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രാക്ഷൻസിൻ്റെ വർക്ക് ഷീറ്റ്സ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അപ്പോൾ അതിൽ നിന്ന് കിട്ടും. എക്സാംസിന് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.